നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടെക്നീഷ്യന്മാർ ആഗ്രഹിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളൊന്ന് കാണാൻ എന്തെല്ലാം കമ്പോണൻസ് ആണ് ഇതിലുള്ളത്. നമുക്കൊരു സാധാരണ ടെക്നീഷ്യന് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട്, പറ്റാത്തത് എന്തുണ്ട്. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഇത് തുറക്കുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് ഒരുപാട് റിപ്പയർ ചെയ്ത് പൈസ ഉണ്ടാക്കാനല്ല. എൻ്റെ പ്രേക്ഷകർക്ക് ഇത്തരം ഒരു ഇൻവെർട്ടർ ഭാവിയിൽ നന്നായിട്ട് സാധ്യത ഉണ്ടല്ലോ. ഇതൊന്നും റിപ്പയർ ചെയ്യാൻ പാകത്തിനല്ല ഇവരിത് വിതരണം ചെയ്യുന്നത്. ഇത് റീപ്ലേസ് ചെയ്യണം. നേരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്കിതിൻ്റെ വേറൊരു യൂണിറ്റ് വെച്ച് തരും ആ ഗ്യാരണ്ടി പീരീഡിൽ. അല്ലാതെ റിപ്പയർ ചെയ്തിട്ടല്ല. പക്ഷേ ഇത് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. കമ്പോണൻസ് കംപ്ലീറ്റ് ഇപ്പോൾ ചൈനയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഏത് കമ്പോണൻസ് വേണം എന്നുള്ളതാണ് അറിയേണ്ടത്. വലിയൊരു സാധ്യതയാണ്. കാരണം 1 ലക്ഷം രൂപയൊക്കെയായിരുന്നു ഇപ്പോൾ ഇറങ്ങിയപ്പോൾ. ഇപ്പം എന്തായാലും 60,000 അല്ലേ, ഏകദേശം ഒരു 60 റുപ്യോളം ഇപ്പം തന്നെ മാർക്കറ്റ് റേറ്റ് ഉണ്ട് 8 കിലോ വാട്ടിന്. 50, 60, 70 ഡിപ്പെൻഡ്, ഓരോരോ ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അത്രയും രൂപയുള്ള ഒരു സാധനം കേട് വന്നാൽ വലിച്ചെറിയും. ആരെങ്കിലും ഗ്യാരണ്ടി കഴിഞ്ഞാൽ നമുക്ക് 5,000 രൂപ മുതൽ 10,000 രൂപ വരെ ഇതിന് റിപ്പയർ ചെയ്താൽ ചാർജ് ചെയ്തുകൂടെ. കാരണം ഒരു 60,000 രൂപയുടെ മുതലിന് ഒരു 10,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആഹാ സൂപ്പർ. നമ്മൾ ഈ കണക്കിനെടുക്കല്ലേ, എളുപ്പത്തിൽ ഇത് തട്ടി മുട്ടി പോണ്ട. ഓക്കെ, ഇതെന്തിൻ്റെ ഡിസ്പ്ലേ ആണ്, മറ്റൊന്നുമല്ല. ഈ ഡിസ്പ്ലേ ഭാഗം ഇവിടെ ഒന്നും അങ്ങനെ ഒരു പണിയൊന്നും വരാറില്ല. ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേ വേണ്ട. അവിടെ നോട്ടെ, 24 മണിക്കൂറും വർക്ക് ചെയ്തതാണ്. വാവ്, വേണ്ട വരിയായിട്ട് കിടക്കണം, വരിയായിട്ട് കിടക്കണം. ഇതാണ് നേരത്തെ നമ്മളൊരെണ്ണം നോർമൽ ബോക്സിലാക്കി വെച്ചിട്ടുള്ളത്. സൂപ്പർ. ഇതിൻ്റെ കൺട്രോൾ ബോർഡ്, പവർ സപ്ലൈ ഇവിടെയാണ് AC ഇന്ന് വരുന്നത്. ഇതാ AC ഇൻ ആൻഡ് ഔട്ട്, ബോത്ത്സ് ഇന്നും ഔട്ടും ഇവിടെയാണ്. ഇന്നും ഔട്ടും ഇവിടെ വരുന്നു. റിലേ സർക്യൂട്ട്, കപ്പാസിറ്റർ, 4 ഇൻഡക്ടർ. ഇത് എത്ര, 2 സർക്യൂട്ട്, 3 സർക്യൂട്ട്, ഇൻപുട്ട് എത്ര, സോളാർ, സ്ട്രിങ് 2. ഓക്കെ, 2 എണ്ണം ഈ 2 കോയിൽ വെച്ചിട്ടുള്ളത്. ഇത് കിടക്കണല്ലേ IGBTകളല്ലേ കിടക്കുന്നത്. നമുക്ക് ഈ ഒരു ബോർഡും കൂടി എടുക്കുക. അപ്പോൾ ആദ്യം മുന്നേ അതിൻ്റെ കണക്ടറൊക്കെ നല്ല രീതിക്കുള്ള സൂപ്പർ കണക്ടറുകൾ, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ കണക്ടറുകൾ ഒക്കെ എടുത്ത് പോകുന്നു. ഓക്കെ, ഒരു ബോർഡ് എടുത്താൽ അതിൻ്റെ IGBT ഒക്കെ നന്നായിട്ട് കാണാം നിങ്ങൾക്ക്. അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ പിന്നെ മാറിയാൽ പ്രശ്നമുണ്ടോ. ഇപ്പുറത്ത് ബ്ലാക്ക് കേട്ടോ, അറ്റത്തേക്ക് ബ്ലാക്ക്, ഇപ്പുറത്തേക്ക് റെഡ്. ഓക്കെ, അങ്ങോട്ട് ബ്ലാക്ക്, അങ്ങോട്ട് ബ്ലാക്ക്. അപ്പോൾ വയറുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ സ്ക്രൂ ജസ്റ്റ് സാധയാണ്, ഇത് സാധാ സ്റ്റാറാണ്. ഓക്കെ, 200 ആയാലും എത്ര IGBT നമുക്ക് എണ്ണിട്ട് നോക്കാം. ഇത്രയേ ഉള്ളൂ അല്ലേ. ഈസി ആയിട്ട് ആ ബോർഡിൽ പോകുന്നു. കണ്ടോ, ഫുള്ള് SMD, ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒക്കെ ഉള്ളിലുള്ള പോലുള്ള ഫുള്ള് SMD കമ്പോണൻസുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതിന് വേണ്ട ഒരു പ്രോസസ്സർ, CPU പോലെ കമ്പ്യൂട്ടറിലെ പ്രോസസ്സർ പോലെ തന്നെ പിന്നെ കുറേ ഡ്രൈവർ ICകൾ ഇവിടെ വേറെ ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ അത് കുറച്ചുകൂടി കോമ്പാക്റ്റാക്കി ചെയ്യുക. അതൊക്കെ ഒപ്റ്റോ കപ്ലർസ്, പവർ സപ്ലൈ ആണ്. ഇതിൻ്റെ പവർ സപ്ലൈ, ഇത് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ ആണ് ഇപ്പോൾ ഇത്. പിന്നെ അതിൻ്റെ പ്രോഗ്രാമിങ് കൺട്രോളും ഒക്കെ സോഫ്റ്റ്വെയർ ബോർഡും എല്ലാം കൂടിയുള്ള ഒരൊറ്റ PCB. റിപ്പയറിങ്ങിൽ കോംപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഇത് മൊത്തമായി ഒരു കാർഡായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ചൈനയായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ഈ ഒരു കാർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കിട്ടും. ചിലപ്പം 1000, 2000, 500, 5000 കൊടുത്താലും ഇങ്ങനെ ഒരു കാർഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ സോഫ്റ്റ്വെയറിലോ ഇങ്ങനെയൊക്കെ. പക്ഷേ ഇതിലധികം കംപ്ലൈൻറ്റുകൾ വളരെ വളരെ കുറവായിരിക്കും. അതിൻ്റെ ചെയ്സ് അവിടെ ആയിക്കണം, കുഴപ്പമില്ല. അങ്ങ് വെക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ, ഷെബാസ്. അത് കപ്പാസിറ്ററാണ്. അതൊക്കെ കപ്പാസിറ്റർ. ഇവിടെ എന്താ, ഇവിടെ ഒരു വലിയൊരു കണക്ടർ, ഇവിടെ റോട്ടറി സ്വിച്ചാണ് അല്ലേ, സ്വിച്ച്. ഓക്കെ, ഇവിടെ സ്വിച്ച്. പിന്നെ MOV ഇവിടെ കിടക്കുന്നത്. പിന്നെ നല്ലൊരു ചോക്ക്. ഇരിക്കുന്നത് കംപ്ലീറ്റ് IGBTകളുടെ എണ്ണം നോക്കിക്കോളെങ്കിൽ ഇതാണ് മെയിനായിട്ട് ഇതിൽ ഷോർട്ട് ആവാനുള്ള സാധ്യതയുള്ള. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം. ഇവരെ 8 എണ്ണം അവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്, ഇതിൻ്റെ വീട്ടിൽ നിന്ന് അറിയില്ല. എന്തായാലും അതുപോലെ ഒരു 8 എണ്ണം അവിടെയും കാണും, മിക്കവാറും കാണും. ഇതിരിക്കുന്നത് ഉണ്ടാവും. ഈ ബോർഡ് അയക്കുമ്പോഴാണ് അത് അവിടെ നിന്ന് കാണുന്നത്.
അപ്പോൾ ഇത്രയും 16 IGBT ഇനി ഓരോന്നിന് 200 രൂപ കിട്ടിയാലും 16,000 രൂപ, ഒരു 3,000-3,500 രൂപയുടെ IGBT ഇതിൽ നിന്ന് റീപ്ലേസ് ചെയ്താൽ പിന്നെ പണിക്കൂലിയാണ് ബാക്കിയുള്ളത്. 10 രൂപ ഈസിയായിട്ട് ചാർജ് ചെയ്യാം. 10,000 രൂപ ഇത് നേരാക്കിയത്. ഏതായാലും ടെക്നീഷ്യന്മാർ ഈ മേഖലയിൽ അറിയണം, ഓരോന്നിൻ്റെ പ്രവർത്തനങ്ങൾ അറിയണം. സാധാരണ ഒരു ഇലക്ട്രോണിക്സ് കമ്പോണൻസ് പോലെയല്ല, കുറച്ച് ഹൈ കറണ്ട് ഹൈ വോൾട്ടേജിൻ്റെ കളികളാണ്. പിന്നെ ഏതെങ്കിലും ഇങ്ങനത്തെ ബോർഡുകൾ ഇതെല്ലാം ഒരുപോലെ ആയിക്കോളന്നില്ലല്ലോ. ഇത്തരം കുഞ്ഞു കുഞ്ഞു ബോർഡുകളൊക്കെ ഈ കമ്പനിയിൽ നമ്മൾ ചോദിച്ചാൽ നമുക്ക് കിട്ടും. ഇത് കമ്മ്യൂണിക്കേഷൻ ബോർഡുകളാണ്, കമ്പ്യൂട്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബോർഡുകളാണ് ഈ കാണുന്ന ബോർഡ്. ഇതൊക്കെ എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒന്നും ഒരു പൊടി പോലും നമ്മളടുത്തത് വളയാൻ പാടില്ല, കാരണം പ്രിൻ്റാണ്ട് ബ്രേക്ക് ആവും. ഈ മൊബൈൽ ഫോണൊക്കെ താഴെ വേണ്ടിയിട്ട് ഇതുപോലെ പ്രിൻ്റ് പൊട്ടിയിട്ടാണ് പലതും വരുന്നത്, നമുക്ക് ആ ട്രാക്ക് പോലും കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ എടുക്കുമ്പോഴും വെക്കുമ്പോഴും ടെക്നീഷ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടിയോളം എടുക്കണ പോലെ എടുക്കണം, അല്ലാതെ ഒരു ഭാഗമൊന്നും ഇങ്ങനെ പൊക്കരുത്, കാരണം ഇതിന് ബെൻഡ് വന്നാൽ പണിപാളി. അറിയാണ്ട് ഇവിടുത്തെ സ്ക്രൂ ഒക്കെ ഇട്ട് അവിടെ ഒരു സ്ക്രൂ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എൻഡ് മാത്രം പൊക്കും, ഒരിക്കലും പൊക്കരുത്. അങ്ങനെ ഇങ്ങനെ തന്നെ പൊക്കിയെടുക്കണം. പിന്നെ അതേപോലെ സ്ക്രൂ നിങ്ങൾ ലെങ്ത്ത് മാറിപ്പോയാൽ PCB ബ്രേക്ക് ആവുന്ന ഒരുപാട് സർക്യൂട്ടുകളുണ്ട്. നമ്മൾ എവിടെ നിന്നാണോ സ്ക്രൂ എടുത്തത് അത് പ്രത്യേകം പാത്രങ്ങളിലാക്കിയിട്ട് വെക്കണം. അയക്കുന്നതിന് മുമ്പ് ബെസ്റ്റ് മാർഗം ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ഫോട്ടോ സ്റ്റില്ലും ഒരു വീഡിയോ എടുത്തിടുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേറൊരാളും കൂടി ഒപ്പം വേണം. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ വയറും വീഡിയോയിൽ എടുക്കുക, ഓരോ സ്ക്രൂ അയക്കുന്നതും ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കുക. അങ്ങനെ വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചാൽ നമുക്ക് ഇനി കൺഫ്യൂഷൻ വരില്ല. ഏത് ക്ലിപ്പ് നമ്മൾ എവിടെ നിന്ന് എടുത്തു, ഏത് സ്ക്രൂ ഒക്കെയാണ് നമ്മൾ അയച്ചത് എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ വളരെ നല്ല സൗകര്യങ്ങളുണ്ടല്ലോ, മൊബൈൽ ഫോണിൽ നമുക്കൊരു വീഡിയോ എടുക്കാം. ഇത് ഫസ്റ്റിൽ ചെയ്യുമ്പോൾ പരിചയമായി കഴിഞ്ഞാൽ അതൊരു വിഷയമല്ല. ഓക്കെ, ഇവിടെ നമ്മൾ 2 വയറെടുത്തിരുന്നു. ബ്ലാക്ക് അപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ട് അപ്പുറത്ത്. ഇതൊക്കെ വീഡിയോ എടുക്കണം, എങ്കിൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കൂ, മറ്റതൊന്നും ഓർമ്മയിലുണ്ടാവില്ല അതെവിടെ നിന്ന് എടുത്തു. മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനും കൂടി പാസ് ചെയ്യാൻ പോവാണ്. ഇതാ ഒരു കൺട്രോൾ ബോർഡ് കണ്ടല്ലോ, ഒരു നെറ്റ്വർക്കിംഗ് കാർഡാണ് ഈ ഇരിക്കുന്നത്. ഈ കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു സീക്രട്ടാണ് ഇനി ഞാൻ കാണിക്കാൻ പോണത്. ഇതാ ഇവിടെ ഒരു പോർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും നമ്മുടെ ഈ സാധനം വല്ല വയറിങ്ങിൽ ഒരു ഫോൾട്ട് സംഭവിച്ചു, ഈ DC-യിലൂടെ ഒരു AC കടത്തിവിട്ട് ഇവിടെ ഒരു 440 ഒക്കെ അങ്ങോട്ട് കയറ്റി 220 പകരം 440 ലൈന് ഫേസും കയറി, അല്ലെങ്കിൽ പക്കാ ഇവിടെ ഷോർട്ടായി, ഏത് മാൽ ഫങ്ഷൻ ആരും അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു, ഇനിയിപ്പോൾ ബോർഡിൽ തന്നെ ആവട്ടെ, ഇത് നെറ്റിൽ കണക്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് അവർക്ക് അറിയാം, അവർ ഓൺലൈനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും അവർക്ക് എന്താ അവിടെ സംഭവിച്ചു. പക്ഷെ നെറ്റ് ഒന്നും ഇല്ലെങ്കിലോ വൈഫൈ ഒന്നും ഇല്ലെങ്കിലോ ഇങ്ങനെ ഈ സാധനം 10,000-50,000 1 ലക്ഷം ഉറുപ്പിയുടെ സാധനം ഒരാളുടെ ടെക്നീഷ്യൻ്റെ യൂസറെ കയ്യിൽ നിന്നും അബദ്ധം പറ്റി കേടന്നാലോ എന്ത് ചെയ്യും? അത് കണ്ടുപിടിക്കാൻ, മാനുഫാക്ചറിങ് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് നോക്കി നിങ്ങൾ, അവരിത് കണ്ടുപിടിക്കും. എന്താണ് TD മിന്നലാണോ, പ്രകൃതി ദുരന്തമാണോ, അതല്ല അറിയാതൊരു ടെക്നീഷ്യന്റെ കയ്യിൽ നിന്നും പറ്റിയ അബദ്ധങ്ങളാണോ? ആരും സമ്മതിക്കൂല. ഒരു യൂസർ സമ്മതിക്കോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന്? ഇല്ല. കാരണം 1.5 ലക്ഷം രൂപയുടെ സാധനം കത്തി എന്ന് പറഞ്ഞാലേ ടെക്നീഷ്യൻ സമ്മതിക്കൂല, യൂസർ സമ്മതിക്കൂല. എന്നാൽ ഇത് ഉണ്ടാക്കിയ ആളുണ്ടല്ലോ, മാനുഫാക്ചർ, അവന് ബുദ്ധിയുണ്ട്. അവനെ നല്ല ബുദ്ധിയാണ് കളിച്ചിട്ടുള്ളത്. എന്താണെന്നറിയണ്ടേ? ഇതാ ഇവിടെ കണ്ടുങ്ങൾ ഒരു മെമ്മറി കാണിക്കുന്നുണ്ടല്ലോ. ഇതാ ഈ ഒരു മെമ്മറി കാർഡ് കുറച്ചും കൂടെ എടുത്ത് പിടിച്ചോ. ഈ മെമ്മറി കാർഡ് എല്ലാ വിവരവും ഇവിടെ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. കണ്ടോ? ഈ മെമ്മറി കാർഡ് അവർ ഊരിയെടുത്തിട്ട് അവരവരെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടാണ് സ്കാൻ ചെയ്തിട്ട് ഇതിലെന്താ സംഭവിച്ച മുഴുവൻ ആ ഇൻഫർമേഷൻ അവർക്ക് കിട്ടും. ഇതിനൊരു ഇൻ്റർനെറ്റ് ഒന്നും വേണ്ട, കണക്ഷൻ ഒന്നും വേണ്ട. ഇത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ ഇതിൽ റെക്കോർഡാണ്. അതിനിങ്ങനെ ഒരു സംവിധാനം കൂടി ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൽ ഉണ്ട്. പല കമ്പനിയുടെയും സീക്രട്ട് ഇങ്ങനെ ഉണ്ട് എന്ന കാര്യം മറക്കണ്ട. ഇതറിയാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ കംപ്ലീറ്റ് കറക്റ്റായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവർ ഈ സാധനമായിട്ട് കോടതിയിൽ എത്തും. ഈ സാധനമായിട്ടേ അവർ കോടതിയിൽ വരും. എന്നിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും എന്ത് പറ്റിയതാണ്. അവിടം വരെ എത്തി മക്കളെ സംഭവം. അപ്പം അത് സൂക്ഷിക്കുക. അറിയാവുന്നവർ മാത്രം ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുക.
അറിയാത്തവർ അറിയില്ലെന്ന് പറയുക, പഠിക്കാൻ ശ്രമിക്കുക, ഇത്തരം സീക്രട്ടുകൾ പഠിക്കുക, ഇലക്ട്രോണിക്സ് നന്നായി പഠിക്കുക, അത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല. അല്ലാതെ ചെയ്യണ്ട, തുടരുത് എന്നൊന്നുമല്ല. പിന്നെ അബദ്ധങ്ങൾ പറ്റുമ്പോഴെന്നാണ് ഞാൻ പറഞ്ഞത്. സമ്മതിച്ചു കൊടുക്കുക, തെറ്റ് പറ്റിപ്പോയി, അപ്പോൾ അളവ് കിട്ടും. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് ഇതുകൂടെ കൂട്ടാം അല്ലേ? ഇതുകൂടെ കൂട്ടിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. അത്രേ ഉള്ളൂ അല്ലേ? ഇട്ട് നോക്കാം. എല്ലാം കീ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടെക്നീഷ്യനായ നമുക്ക് ഇലക്ട്രോണിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് അടുത്തൊരു മേഖല ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാനാണ്. അല്ലാതെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കൂടി ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത് ഇൻഷാ അല്ലാഹ് ഞാനും പഠിക്കട്ടെ. ഇത്തരം പുതിയ സംഗതികൾ ഒന്നും തന്നെ ഞാനും വേണ്ടത്ര പഠിച്ചിട്ടില്ല. എനിക്കും കൂടി കേൾക്കാനും കാണാനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്തു, അത്രമാത്രം. ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒരുപാട് ഇൻവെർട്ടർ പൊളിച്ചിട്ട് അതിലെന്തെങ്കിലും കയ്യബദ്ധം പറ്റി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഞാൻ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇനി കുരിശിൽ തറക്കണ്ട. അതിനൊരു കമന്റ് ഇട്ടിട്ട് ഇത് എൻ്റെ ഒരു അറിവ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നു. നിങ്ങളെ പാടായി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്നും റിപ്പയർ ചെയ്യാൻ പോകണ്ട. ഇതാ എൻ്റെ വാക്ക് ഇവിടെ ഉണ്ട്, തെളിവായിട്ട് ഇവിടെ ഉണ്ട്. ഇനി നിങ്ങളെ ധൈര്യം പോലെ അടുത്ത ഒരു പൊളിക്കണ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹംസ അഞ്ചമുക്കിൽ രണ്ടത്താണി.